നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഉണ്ടോ? ഉണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. നമ്മുടെ സ്കിന്ന് ബേസിക്കലി ഒരു ഫിസിക്കൽ ബാരിയറാണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചറും മോയ്സ്ചറൊക്കെ റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ബോഡീനെ ബാക്കിയുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ബാരിയറും കൂടിയാണ് നമ്മുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ബേസിക്കലി സ്കിൻ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് അല്ല. സ്കിന്നിനകത്ത് നമുക്ക് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ഒരുപാട് രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു വലിയൊരു എക്കോസിസ്റ്റം തന്നെ നമ്മുടെ സ്കിന്നിലുണ്ട്. ഈ മൈക്രോബയോമിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തും അതിൻ്റെ ഇമ്മ്യൂണിറ്റിയും അതിൻ്റെ എല്ലാ രീതിയിലുള്ള പല അസുഖങ്ങൾ വരാതിരിക്കാനും പല അസുഖങ്ങൾ വരാനും കാരണം ഈ രീതിയിലുള്ള ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും ഇതിൻ്റെയൊക്കെ ആ ഒരു ബാലൻസ് മാറുമ്പോഴാണ് നമുക്ക് കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ സ്കിന്നിൽ വരുന്നതും. ആ രീതിയിൽ ഒരു ഡിസ്ബയോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ബാക്ടീരിയ അതേപോലെ ഫംഗസ് വൈറസ് ഇതിൻ്റെ ഒക്കെ ഒരു എൻവയോൺമെൻറ്റിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുമ്പോഴാണ് ആ അസോസിയേഷനിൽ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും സ്കിന്നിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആൻറ്റി ബാക്ടീരിയൽ സോപ്പുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ബാക്ടീരിയനെ സ്പെസിഫിക്കലി അത് ഇങ്ങനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ബാക്ടീരിയയുടെ കൗണ്ട് കുറയും, ബാക്കി ഫംഗൽ ഇൻഫെക്ഷൻസ് കൂടാനുള്ള പോസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുന്നതിന് അതൊരു കാരണമായിട്ട് മാറാം. നമ്മുടെ സ്കിന്ന് ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ എപ്പോഴും സാനിറ്റൈസർ ഇട്ട് സ്റ്റെറൈലാക്കി വെക്കേണ്ട ഒരു സംഗതി അല്ല സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കിന്നിൽ എല്ലാ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട് ആൻഡ് ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന ക്രീമുകളും കോസ്മെറ്റിക്സും എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഈ ഒരു ബാലൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കിന്നിൽ എന്ത് ഉപയോഗിക്കുമ്പോഴും മേക്ക് ഷുവർ യു സീ എ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള, ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. സോ മേക്ക് ഷുവർ യു വിസിറ്റ് എ ഡെർമറ്റോളജിസ്റ്റ് ബിഫോർ യു യൂസ് എനി പ്രോഡക്ട്സ് ഓൺ യുവർ സ്കിൻ.